സുസ്ഥിര വികസനം എന്ന ആശയത്തിലൂടെ നാം മനസ്സിലാക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും അത് ഭാവി തലമുറയെ ദോഷകരമായി ബാധിക്കാതിരിക്കുകയും വേണം എന്നതാണ്. വികസനം സാധ്യമാക്കുന്നതിനോടൊപ്പം അത് വരും തലമുറയെ ഏതെങ്കിലും തരത്തിൽ ദോഷകരമായി ബാധിക്കുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഭാവി തലമുറ സുരക്ഷിതമായി ജീവിക്കുന്നതിന് ഇപ്പോഴുണ്ടാകുന്ന മാലിന്യങ്ങൾ പ്രകൃതിക്ക് ദോഷഫലങ്ങൾ കൂടാതെ സംസ്കരിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ഇതിനു വേണ്ടിയുള്ള അവബോധം കുട്ടികൾക്കുണ്ടായാൽ അവരിലൂടെ സമൂഹത്തിന് ഈ കാഴ്ചപ്പാട് ലഭിക്കും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ആരംഭിക്കണം. കൂടാതെ സ്കൂളുകളിലും ഈ പ്രവർത്തനങ്ങൾ ചെയ്യുക, പൊതുസമൂഹത്തിന് വ്യാപിപ്പിക്കുക. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മാലിന്യങ്ങൾ കുടുങ്ങിക്കൂടാതിരിക്കാനും അവ ഉപയോഗപ്രദമായ രീതിയിൽ സംസ്കരിക്കാനും നമുക്ക് നമ്മുടെ സ്കൂൾ തലത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യാം? സ്കൂൾ ക്യാമ്പസിനുള്ളിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും ശേഖരിച്ച് പേപ്പർ, പ്ലാസ്റ്റിക് എന്നിങ്ങനെ തരംതിരിച്ച് പ്രത്യേക ബിന്നുകളിൽ നിക്ഷേപിക്കുന്നു. ഇത് തുമ്പൂർ മൊഴി. ഭക്ഷണാവശിഷ്ടങ്ങൾ ഇട്ട് കരിയില, ഇനോക്കുലം എന്നിവയുമിട്ട് ജൈവവളം ഒരുക്കി സ്കൂളിലെ പച്ചക്കറികൾക്കായി ഉപയോഗിക്കുന്നു. മഷി തീർന്ന പേനകൾ വലിച്ചെറിയാതെ നിക്ഷേപിക്കുവാൻ പ്രത്യേക സംവിധാനം. മിഠായി കവറുകൾ ഇടാനും പ്രത്യേക സ്ഥലം. സ്കൂളുകളിൽ ധാരാളമായും കണ്ടുവരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് മിഠായി കവറും എഴുതി കഴിഞ്ഞ പേനകളും. ഇവ വലിച്ചെറിയാതെ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറാൻ ഈ ഒരു രീതി വളരെ പ്രയോജനപ്രദമാണ്. പ്ലാസ്റ്റിക് കവറുകളുടെ അമിതോപയോഗം കുറയ്ക്കാനായി സ്കൂളിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിലൊന്നാണ് തുണിസഞ്ചികളുടെ ഉൽപാദനവും അവയുടെ ഉപയോഗവും. കുട്ടികൾ തന്നെ തയ്യാറാക്കി സ്കൂളിലെത്തിക്കുന്ന തുണിസഞ്ചികൾ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഇത് സമൂഹത്തിന് ഒരു ബോധവൽക്കരണവും കൂടിയാണ്.